ഇറാനെ പേടിച്ച് ട്രംപ് ഒളിച്ചുകടന്ന വാർത്തകളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്നാൽ ഓടുന്ന ട്രംപിന് ഒരു മുഴം മുൻപ് ഇറാൻ എല്ലാം അറിഞ്ഞിരുന്നു. പൂച്ചയുടെയും എലിയുടെയും കഥ കേട്ടിട്ടില്ലേ? കൊല്ലില്ല, ഒട്ടു വിടുകയുമില്ല. അതാണിപ്പോൾ ഇറാന്റെ നിലപാട്. അതെ, വ്യക്തമായില്ല എങ്കിൽ വ്യക്തമാക്കി തന്നെ പറഞ്ഞു തരാം. ഇറാനിൽ നിന്ന് ട്രംപിന് വധഭീഷണി ഉണ്ടാകുന്നു. എന്നാൽ ഇത്തവണ ട്രംപ് ശരിക്കും ഭയന്നു. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടത്. എന്നാൽ ഈ രക്ഷപ്പെടൽ തലനാഴിരയ്ക്കായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് താമസിച്ച കെട്ടിടം ഏതാണെന്നും അദ്ദേഹം ആ കെട്ടിടത്തിന്റെ ഏത് നിലയിലാണ് ഉള്ളത് എന്നുവരെ ഇറാന്റെ ഏജന്റുമാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെയാണ് ഇത് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതേ തുടർന്നായിരുന്നു അതീവ സുരക്ഷാ മുൻകരുതലുകളോടെ ട്രംപിനെ അങ്കാറയിൽ നിന്ന് മാറ്റിയത്. ട്രംപ് സഞ്ചരിക്കേണ്ട ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായേക്കും എന്ന രഹസ്യ വിവരമാണ് ആദ്യം പുറത്തുവന്നത്. എന്നാൽ ട്രംപിന്റെ ഓരോ നീക്കവും ഇറാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന വിവരം അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഉച്ചകോടി നടന്ന സ്ഥലത്തിന് സമീപം തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുമായി ഒരാളെ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ സുരക്ഷാ വിഭാഗം വിമാനം മാറ്റാൻ തന്നെ തീരുമാനിച്ചത്. ഖത്തർ നൽകിയ പുതിയ വിമാനത്തിലായിരുന്നു ട്രംപ് അങ്കാറയിൽ എത്തിയതെങ്കിലും മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അതിൽ പൂർണ്ണമല്ലായിരുന്നുവെന്നും ഇതാണ് വിമാനം മാറ്റാൻ കാരണമായതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ നാടകീയ രംഗങ്ങളാണ് പിന്നീട് അങ്കാറ വിമാനത്താവളത്തിൽ അരങ്ങേറിയത്. നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങാൻ ജൂലൈ 8-ന് വിമാനത്താവളത്തിലെത്തിയ ട്രംപ് ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിൽ കയറുന്നു. വെറും നാടകം. എന്നാൽ ആരും കാണാതെ അദ്ദേഹത്തെ കാറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അദ്ദേഹത്തെ C-32A എന്ന ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൌസ് ജീവനക്കാരും ട്രംപ് പഴയ വിമാനത്തിൽ തന്നെ ഉണ്ടെന്നാണ് കരുതിയിരുന്നത്. ട്രംപ് വിമാനം മാറിയ വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. വിമാനത്തിന്റെ ജനൽ കർട്ടനുകൾ താഴ്ത്തിയിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർക്ക് കർശന നിർദ്ദേശവും നൽകി. ട്രംപ് ഈ വിമാനത്തിൽ തന്നെ ഉണ്ടെന്ന തോന്നൽ ഉണ്ടാക്കാനാണ് ഇങ്ങനെ നിർദ്ദേശം നൽകിയത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ട്രംപിനൊപ്പം അതീവ രഹസ്യമായി ഈ ചെറിയ വിമാനത്തിലാണ് യാത്ര തിരിച്ചത്. അപ്പോൾ ട്രംപ് എന്ത് പറയുന്നു? തുർക്കിയിൽ നടന്ന ഉച്ചകോടിക്കിടെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് താൻ വിമാനം മാറി യാത്ര ചെയ്തതായി ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സൈന്യത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി, ലവലേശം ഭയമില്ലാതെ. തനിക്ക് നിരവധി ഭീഷണികൾ നിലവിലുണ്ടെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസിഡന്റിന് ഇത്തരം വെല്ലുവിളികൾ സ്വാഭാവികം മാത്രമാണെന്നും ട്രംപ് ധൈര്യത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞു. തുർക്കിയിൽ നിന്ന് പഴയ വിമാനത്തിൽ ട്രംപ് യാത്ര തിരിച്ചപ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരോട് വിൻഡോ പൂർണ്ണമായി താഴ്ത്തിവെക്കാൻ പറഞ്ഞതും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കൂടാതെ വിമാനത്തിന്റെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തുവിടുന്ന ട്രാക്കർ സിസ്റ്റം ഇസ്തംബുളിനടുത്തുള്ള കരിങ്കടലിന് മുകളിൽ എത്തുന്നതുവരെ ഓഫ് ചെയ്തിട്ട നിലയിലായിരുന്നു. ഈ യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നവർ അപകടകരമായ ഒരു ഫ്ലൈറ്റിൽ ആയിരുന്നതിനാൽ ആകാം വിൻഡോകൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ച സാഹചര്യത്തിലുള്ള സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ വ്യാജ ഓപ്പറേഷൻ നടപ്പിലാക്കിയതെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. 2000-ൽ ബിൽ ക്ലിന്റണും സമാനമായ രീതിയിൽ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ രഹസ്യ വിമാനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് തുർക്കി. എന്നാൽ സുരക്ഷാ കാരണങ്ങളല്ല വിമാനമാറ്റത്തിന് പിന്നിലെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പിന്നീട് വിശദീകരിച്ചത്. അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഇറാന്റെ വധഭീഷണിയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ളത് താനാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണികൾ തനിക്കുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ട്രംപ് ഒതുങ്ങിയെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റിയെന്ന് പറയേണ്ടി വരും. കാരണം യുദ്ധത്തിലുണ്ടായ ആൾനാശത്തിന് ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെങ്കിൽ 5 മാസം നീണ്ടുനിന്ന സംഘർഷത്തിൽ അമേരിക്ക വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ബദൽ നിലപാട്.
ഹോർമൂസിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണമായിരിക്കും ഉണ്ടായിരിക്കുക എന്നും അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അമേരിക്ക പൂർത്തിയാക്കിയെന്നും ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ നാവികസേനയ്ക്കാണ് എന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇപ്പോൾ ഹോർമൂസ് തുറന്നിരിക്കുകയാണ്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കൻ നാവികസേനയ്ക്കാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടെ അവർ ഒരു മൈൻ സ്ഥാപിക്കും, ഞങ്ങളത് കണ്ടെത്തും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കേട്ടിട്ടില്ലായിരിക്കാം. കടലിടുക്കിൽ മുഴുവൻ മൈൻ നീക്കം ചെയ്യുന്ന പരിശോധന ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കടലിടുക്കിന്റെ നിയന്ത്രണം 100% അമേരിക്കയ്ക്കാണെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെ ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ട്രംപിന് പ്ലാൻ ഇല്ല എന്ന് തന്നെയാണ് ഇതിന്റെ സാരാംശം.